ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ്റെ നെക്സ്റ്റ് പാർട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. എ മിറർ ഹാസ് റേഡിയസ് ഓഫ് കർവേച്ചർ 30 centimeter. ഫൈൻഡ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി നമുക്കറിയാം എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്. റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്ക് ഇക്വേഷൻ അറിയാം. റേഡിയസ് ഓഫ് കർവേച്ചർ ഇസ് ഈക്വൽ ടു 2 times ഫോക്കൽ ലെങ്ത്. ഇത് നമ്മൾ പഠിച്ച ഒരു റിലേഷനാണ് അല്ലേ. നമുക്ക് കണ്ടിരിക്കുന്നത് എന്താ, ഫോക്കൽ ലെങ്ത് ആണ്. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു R/2. റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണ്, 30. അപ്പോൾ 30/2 ഇസ് ഈക്വൽ ടു 15 centimeter. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവാണ്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് പുതിയ ടോപ്പിക്ക് പഠിക്കാം. സോ നമ്മുടെ ഇന്നത്തെ പുതിയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇമേജ് ഫോർമേഷൻ ബൈ സ്പെറിക്കൽ മിററാണ്. ഓക്കെ, ഇമേജ് ഫോർമേഷൻ. അപ്പോൾ നമ്മൾ ഇമേജ് ഫോർമേഷൻ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ്, കുറച്ച് റൂൾസാണ്. ആ റൂൾസ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇമേജ് ഫോർമേഷൻ ശരിക്കുള്ള പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെഡിങ് കൊടുക്കുക, ഇമേജ് ഫോർമേഷൻ ബൈ സ്പെറിക്കൽ മിറർ. ഇനി ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ, ഇമേജ് ഫോർമേഷൻ്റെ കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ റൂൾസ് നമുക്ക് ആദ്യം എഴുതാം. അപ്പോൾ റൂൾസ് ഫോർ ഡ്രോയിങ് റേ ഡയഗ്രംസ്. നമ്മൾ ആദ്യം പഠിക്കുന്നത് കോൺകേവ് മിററിൻ്റെ കേസിലാണ്. ഓക്കെ, അപ്പോൾ കോൺകേവ് മിറർ. അപ്പോൾ നമുക്ക് ആദ്യം റൂൾസ് നോക്കാം. ഒരു 3-4 റൂൾസ് ഉണ്ട്. അപ്പം ആദ്യം നമുക്ക് എന്തൊക്കെയാണ് റൂൾസ്, അപ്പോൾ ആ റൂൾസ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൂള് ഇതാണ്. ഞാൻ റൂൾ എഴുതുന്നില്ല, അപ്പം നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ റൂള്. അപ്പോൾ ഫസ്റ്റ് റൂൾ ഇതാണ്, റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ പാസ് ത്രൂ പ്രിൻസിപ്പൽ ഫോക്കസ്. ഒന്നുകൂടി പറയാം, റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ പാസ് ത്രൂ പ്രിൻസിപ്പൽ ഫോക്കസ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂള്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ്, ഇത് എന്താണ് ഇതിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ കോൺകേവ് മിറർ, ഇതെൻ്റെ കോൺകേവ് മിററാണ്. ഇത് നമ്മുടെ പോളിഷ്ഡ് സർഫസ്, പോളിഷ് ചെയ്ത് പെയിൻ്റ് ചെയ്തിരിക്കുന്ന ഭാഗം. ഇപ്പുറത്തെ സൈഡാണ് എന്ത്, റിഫ്ലക്റ്റ് ചെയ്യുന്ന ഭാഗം. ഇതെൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്, ഇതുപോലെ ഫോക്കസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അവർ പറഞ്ഞിരിക്കുന്ന റൂൾ അനുസരിച്ചിട്ട് എന്താ പറയുന്നത്, റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ഒരു ലൈറ്റ് റേ വരുവാണ്. ആ ലൈറ്റ് റേ എങ്ങനെയാണ് വരുന്നത്, എൻ്റെ പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലായിട്ടാണ് അല്ലേ, ഇത് പാരലാണ് ഈ 2 ലൈൻസും അല്ലേ. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലായിട്ടൊരു ലൈറ്റ് റേ വരുവാണെങ്കിൽ അത് ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ പാസ് ത്രൂ ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി അത് കടന്നു പോകുന്ന പറയുന്നത്. അപ്പോൾ ഈ മിററിൻ്റെ സർഫസിൽ തട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ വെച്ചിട്ട് റിഫ്ലക്ഷൻ സംഭവിക്കും. റിഫ്ലക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻസിഡൻറ്റ് റേ എന്തായിട്ട് മാറും, റിഫ്ലക്റ്റഡ് റേ ആയിട്ട് മാറും. ആ റിഫ്ലക്റ്റഡ് റേ ഇതിൽ കൂടി പാസ് ചെയ്യും, ഫോക്കസിൽ കൂടി ഇങ്ങനെ പോകും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂള്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂള്. ഇനി സെക്കൻഡ് റൂൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റൊക്കെ അപ്ലൈ ചെയ്യാം. അതായത് ഇതിൻ്റെ ആംഗിൾ മെഷറൊക്കെ എങ്ങനെ മാർക്ക് ചെയ്യും എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ആ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ മിററിൻ്റെ സർഫസിൽ എവിടെയാണോ മുട്ടിയത് ആ പോയിൻറ്റും സെൻറ്ററും കൂടെ ജോയിൻ ചെയ്യുക. ആ പോയിൻറ്റും സെൻറ്ററും കറക്റ്റായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ, ജോയിൻ ചെയ്യുക. അപ്പോൾ ഇൻസിഡൻറ്റ് റേയും, അപ്പോൾ ഈ സെൻറ്ററായിട്ട് ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ എന്താ, അതിൻ്റെ നോർമലാട്ടോ. നോർമലും ഇൻസിഡൻറ്റ് റേയും ഉണ്ടാക്കുന്ന ആംഗിൾ അത് തന്നെയായിരിക്കും. ഈ നോർമലും ഇപ്പുറത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, നോർമലിൽ നിന്ന് അത്രയും തന്നെ ആംഗിൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇൻസിഡൻറ്റ് റേ കിട്ടും. ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നമ്മളിപ്പോൾ ഇതൊരു ഫിക്സഡ് റൂളാണല്ലോ. അപ്പോൾ അല്ലാണ്ട് ഞാൻ കുറച്ചുകൂടെ എക്സ്ട്രാ കാര്യം പറഞ്ഞതാണ്. അതായത് ഇപ്പം നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചറും നമ്മുടെ ഈ മിറർ മുട്ടിയ ആ പോർഷനില്ലേ അതും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ കിട്ടും. ഓക്കെ, അതായത് എൻ്റെ ഇൻസിഡൻറ്റ് റേ വന്നു, മിററിൽ തട്ടുന്ന പോയിൻറ്റും സെൻറ്റർ ഓഫ് കർവേച്ചറും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പം ഫോം ചെയ്യുന്ന ആംഗിൾ ഉണ്ടാവുമല്ലോ, അതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറഞ്ഞാൽ. അപ്പം അതിപ്പോൾ എത്ര ഡിഗ്രി ഉണ്ടോ അത്രയും തന്നെ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, ഇൻസിഡൻറ്റ് റേ കിട്ടും. റിഫ്ലക്റ്റഡ് റേ കിട്ടും. മനസ്സിലായ? കാരണം നമുക്കറിയാം എന്താ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. മനസ്സിലായ? അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വരക്കാം.
പക്ഷെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല അത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പുറകിലുള്ള കോൺസെപ്റ്റ് ഇതാണ്, ഇങ്ങനെയാണത് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൂള് ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇൻസിഡൻറ്റ് റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഇതിലേക്ക് കൂടി പോവും. ഇറ്റ് വിൽ പാസ് ത്രൂ ഫോക്കസ്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് റൂള്. മറ്റേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ അറിയാൻ വേണ്ടി പറഞ്ഞാൽ. ഓക്കെ, ദാറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൂൾ കഴിഞ്ഞു. ഇനി സെക്കൻഡ് റൂൾ നമുക്ക് പഠിക്കാം. സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സെക്കൻഡ് റൂൾ. A ray passing through principal focus of a concave mirror after reflection will emerge parallel to principal axis. ഒന്നുകൂടെ പറയാം. A ray passing through principal focus of a concave mirror after reflection will emerge parallel to principal axis. ഓക്കെ, ഇതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് മിറർ വരക്കാം. ഇതെൻ്റെ കോൺകേവ് മിറർ, ഇത് പോളിഷ്ഡ് സർഫസ്, പ്രിൻസിപ്പൽ ആക്സിസ്, ഇതെൻ്റെ പോള്, ഫോക്കസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ഇനി നമ്മളെ റൂൾ അനുസരിച്ചിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ റേ പാസിങ് ത്രൂ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ. ഒരു ലൈറ്റ് റേ എൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുവാണെങ്കിൽ അത് ഈ മിററിൻ്റെ സർഫസിൽ മുട്ടിക്കഴിയുമ്പോൾ അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? റിഫ്ലക്ഷൻ സംഭവിക്കും. എന്നിട്ട് അത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ പാസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലായിട്ട് അത് പോവും. ഇതാണ് എൻ്റെ സെക്കൻഡ് റൂള്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് റൂൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുക. ഒരു പ്രാവശ്യം കൊണ്ട് ഞാൻ പറയാം. അതായത് ഇപ്പം ഒരു ഇൻസിഡൻറ്റ് റേ ഫോക്കസിൽ കൂടി കടന്നുപോയി. ഫോക്കസിൽ കൂടി കടന്നുപോയി കഴിഞ്ഞാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ അതെന്ത് സംഭവിക്കും? ഇറ്റ് വിൽ പാസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ഏതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്? ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. അതിനോട് പാരലായിട്ട് നമ്മുടെ റിഫ്ലക്റ്റഡ് റേ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂള്. ഓക്കെ, ഇനി നമുക്ക് അതായത് നമ്മൾ ഫസ്റ്റ് പഠിച്ചതിന് നേരെ ഓപ്പോസിറ്റ്. ഫസ്റ്റ് പഠിച്ച റൂൾ എന്തായിരുന്നു? പാരലായിട്ട് പോയി കഴിഞ്ഞാൽ ഫോക്കസിൽ കൂടെ പോകും. സെക്കൻഡ് പഠിച്ച റൂൾ നേരെ തിരിച്ച്, ഫോക്കസിൽ കൂടെ പോയി കഴിഞ്ഞാൽ പാരലായിട്ട് തിരിച്ചു പോകും. അതാണ്. ഓക്കെ, ആൻഡ് ഈ ആരോസ് എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ റേ ഡയഗ്രാംസ് എല്ലാം പഠിക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് റൂൾ നോക്കാം. തേർഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ആൻ ഇൻസിഡൻറ്റ് റേ pass through center of curvature C after reflection is reflected back along the same path. ഓക്കെ, ഇനിയിപ്പോൾ സെക്കൻഡിൻ്റെ കേസിൽ, സെക്കൻഡ് നമ്മൾ പഠിച്ചതിൻ്റെ കേസിൽ ഒരു കാര്യം കൂടി പറയാം. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്ന ആ ഒരു കേസിൽ അത് ഞാൻ ഒന്നും കൂടെ പറയാം. അതായത് ഇപ്പോൾ ഇതാണ് എൻ്റെ മിററെങ്കിൽ ഇതിൻ്റെ ഫോക്കസ്, ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഫോക്കസിൽ കൂടെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻസിഡൻറ്റ് റേയിന് പോയല്ലോ. ഇൻസിഡൻറ്റ് റേയിന് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? എവിടെയാണോ മുട്ടുന്നത് ആ പോയിൻറ്റും എൻ്റെ സെൻറ്ററും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ആംഗിൾ കിട്ടുമല്ലോ. അതേ ആംഗിൾ തന്നെ ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യുക, എന്നിട്ട് വരക്കുക. കണ്ടോ, ഇങ്ങനെയാണ് ശരിക്കും ആ സംഭവം. ഇതാണ് എൻ്റെ പുറകിലുള്ള കോൺസെപ്റ്റ്. നമ്മളതൊരു റൂളായിട്ട് ഫുള്ളായിട്ട് പഠിക്കുന്നു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും അത് വരുന്നത്, ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാ കേസിലും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുക. അതായത് നമ്മൾ എവിടെയാണോ ഇൻസിഡൻറ്റ് റേ വന്ന് മിററിൻ്റെ സർഫസിൽ മുട്ടുന്നത് അവിടെ നിന്ന് നമ്മൾ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യും. ആ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈനാണ് നമ്മുടെ നോർമൽ. അതായത് ഇതിൻ്റെ കേസിൽ ഇതാണ് നമ്മുടെ നോർമൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇനി നമുക്ക് തേർഡ് കേസിലേക്ക് നോക്കാം. തേർഡ് കേസിൽ പറഞ്ഞയച്ചത് ഇപ്പോൾ ഇതിൻ്റെ മിറർ, കോൺകേവ് മിറർ, പോളിഷ്ഡ് സർഫസ്, ഇതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്, പോള്, ഫോക്കസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അവർ പറഞ്ഞ റൂൾ അനുസരിച്ചിട്ട് ഇഫ് ആൻ ഇൻസിഡൻറ്റ് റേ പാസ് ത്രൂ സെൻറ്റർ ഓഫ് കർവേച്ചർ, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടി എൻ്റെ ലൈറ്റ് റേ പാസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സി കൂടി പോയി മിററിൽ തട്ടി, ഇങ്ങനെ പോയി മിററിൽ തട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് റിഫ്ലക്റ്റഡ് റേ വരക്കണമല്ല. ഇപ്പോൾ ഈ മിററിൽ പോയി തട്ടി, ഓക്കെ, സെൻറ്ററിൽ കൂടി പാസ് ചെയ്തത്. നമ്മൾ നോർമൽ എങ്ങനെ വരക്കും? ഈ കേസിൽ നമുക്ക് നോർമൽ വരക്കാൻ പറ്റുമോ? നോർമൽ വരക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? സെൻറ്ററിൽ കൂടിയാണ് ഓൾറെഡി ഇൻസിഡൻറ്റ് റേ പോകുന്നത്. അപ്പം ഈ മുട്ടിയ വശമായിട്ട് നമുക്ക് ഇവിടെയല്ല ടച്ച് ചെയ്തത്, മിററിൻ്റെ അവിടെ ടച്ച് ചെയ്തത് ഇൻസിഡൻറ്റ് റേ. അപ്പോൾ അത് നമുക്ക് സെൻറ്ററിലേക്ക് ഇനി ജോയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം എന്താ? അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അപ്പോൾ എന്തായിരിക്കും? അപ്പോൾ 0 ആയിരിക്കും അല്ലേ? കാരണം ഇതിങ്ങോട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും
സെയിം പാത്ത് തന്നെയല്ലേ, ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ലൈറ്റ് റേ വന്ന സെയിം പാത്ത് തന്നെയാണല്ലോ. അപ്പം നമുക്കൊന്നും സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്ത് നമുക്കൊന്നുമില്ല. അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താ? ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണ്. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു ലൈറ്റ് റേ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അതേ പാത്തിൽ കൂടി അത് റിഫ്ലക്റ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ തേർഡ് റൂള്. ഓക്കെ, ഇനി നമുക്ക് ഒരു ലാസ്റ്റ് ഒരു റൂള് കൂടെ ഉണ്ട്. ആ റൂളിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ റേ ഇൻസിഡൻറ്റ് ഒബ്ലിക്ലി ടു പ്രിൻസിപ്പൽ ആക്സിസ് ടുവേർഡ്സ് എ point P, the mirror is reflected obliquely. The incident ray and reflected ray follows laws of reflection at the point of incidence, making equal angles with the principal axis. ഓക്കെ, ഇത് ഭയങ്കര വലിയ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, പക്ഷേ ഇത് ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, അതായത് ഞാൻ പറയാം, ഫോർത്ത് റൂൾ ഇതാണ്. റേ ഇൻസിഡൻറ്റ് ഒബ്ലിക്ലി ടു പ്രിൻസിപ്പൽ ആക്സിസ് ടുവേർഡ്സ് എ പോയിന്റ് P. അതായത് ഇതെൻ്റെ മിറർ. ഓക്കെ, മിറർ ഇതെൻ്റെ ഷെയ്ഡ് പോർഷൻ, പ്രിൻസിപ്പൽ ആക്സിസ്, പോള്, ഫോക്കസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, അവർ പറയുന്ന റൂൾ അനുസരിച്ച് ഇതാണ്. എ റേ ഇൻസിഡൻറ്റ് ഒബ്ലിക്ലി ടു പ്രിൻസിപ്പൽ ആക്സിസ് ടുവേർഡ്സ് പോയിന്റ് P. ഒബ്ലിക്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ലിക്ലി എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ്. ഓക്കെ, അപ്പോൾ ഒരു റേ ഇൻസിഡൻറ്റ് ഒബ്ലിക്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസിഡൻറ്റ് റേ. ഓക്കെ, ഇൻസിഡൻറ്റ് റേ വരുവാണ്, ചെരിഞ്ഞ് വരുവാണ്. അപ്പോൾ എൻ്റെ പോളിലേക്ക് ചെരിഞ്ഞ് വരുന്ന ഒരു ഇൻസിഡൻറ്റ് റേ ആണ്. ഓക്കെ, ഇൻസിഡൻറ്റ് റേ. ഇതെന്ത് ചെയ്യുക? ഈ മിററിൻ്റെ സർഫസിൽ മുട്ടിയല്ലോ. അപ്പോൾ മിററിൻ്റെ സർഫസിൽ മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എവിടെ വെച്ചാണ് മുട്ടുന്നത് അത് നമ്മൾ ആ പോയിന്റ് നമ്മൾ ഏതായിട്ട് ജോയിൻ ചെയ്യണം? സെൻറ്ററായിട്ട് ജോയിൻ ചെയ്യണം. ശരിയല്ലേ? ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്കിതാ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കിട്ടി. ഇതാണ് എൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇത് എത്ര ഡിഗ്രി ഉണ്ടോ അത് തന്നെ ഈ നോർമലിൽ നിന്ന് ഇപ്പുറത്തേക്ക് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ സെൻറ്ററായിട്ട് ജോയിൻ ചെയ്ത പോയിന്റ് എന്താ? എൻ്റെ നോർമലാട്ടോ. അത് ഇനി എന്താ ചെയ്യുക? അത് എത്രയുണ്ടോ അത്രയും തന്നെ താഴത്തേക്ക് വെക്കുക. ഇപ്പം ഇതെൻ്റെ എന്താ? റിഫ്ലക്റ്റഡ് റേ, ഇതെൻ്റെ ഇൻസിഡൻറ്റ് റേ, ഇത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, മറ്റേത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. മനസ്സിലായി ഇങ്ങനെ കോൺസെപ്റ്റ് എന്ന്? അപ്പോൾ അവർ പറയുന്ന സെൻറ്റൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇൻസിഡൻറ്റ് റേ വരുന്നുണ്ട്, ചെരിഞ്ഞ് വരുന്ന ഒരു ഇൻസിഡൻറ്റ് റേ. അത് എങ്ങോട്ടേക്കാണ് വരുന്നത്? പോളിലേക്കാണ് വരുന്നത്. പോയിന്റ് P എന്ന് പറഞ്ഞാൽ നമ്മുടെ പോളിലേക്കാണ് വരുന്നത്. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇറ്റ് ഇസ് റിഫ്ലക്റ്റഡ് ഒബ്ലിക്ലി. ഇത് ചെരിഞ്ഞ് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും? ഇറ്റ് ഫോളോസ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. അതായത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഫോളോ ചെയ്തുകൊണ്ട് ഇത് ചെരിഞ്ഞ് തന്നെ തിരിച്ചു പോവും. ഓക്കെ, എവിടെ നിന്ന് ഉണ്ടാക്കുന്നത്? അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് മേക്കിംഗ് ഈക്വൽ ആംഗിൾസ് വിത്ത് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് ഏതായിരുന്നു? നമ്മുടെ നടുക്കത്തെ വരെയാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ? പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് ഈക്വൽ ആംഗിൾസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ റിഫ്ലക്റ്റഡ് റേ തിരിച്ചു പോവും. ഇതാണ് സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ മെയിൻ കോൺസെപ്റ്റ് ഇതാണ്. നമുക്ക് എവിടെയാണോ നമ്മുടെ ലൈറ്റ് റേ വന്നിട്ട് ഇൻസിഡൻറ്റ് റേ വന്ന് മുട്ടുന്നത് ആ പോയിന്റ് നമ്മുടെ സെൻറ്ററും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ എത്ര ആംഗിൾ ഉണ്ടോ അതിന് ഇപ്പുറത്തേക്കും കൊടുക്കുക. ഓക്കെ, അപ്പം ഇതാണ് ശരിക്കുള്ള കോൺസെപ്റ്റ്. അപ്പം നമ്മൾ റൂളായിട്ട് പഠിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ്? എനിക്ക് എൻ്റെ ഒരു ഇൻസിഡൻറ്റ് റേ പോളിലേക്ക് വരുന്നു, അത് പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് എത്ര ആംഗിൾ ഉണ്ടാക്കുന്നോ അത്രയും തന്നെ തിരിച്ചുണ്ടാക്കിക്കൊണ്ട് അത് തിരിച്ച് ഇനി ചെരിഞ്ഞു പോകുന്നു. ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സാക്റ്റ് അവർ കൊടുത്തിരുന്ന റൂൾ അതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റില്ലേ സെൻറ്ററായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസും റൂൾസൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, ഇനി സോ ദാറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ റൂൾസ് ഫോർ ഡ്രോയിങ് കോൺകേവ് മിറർ. ഓക്കെ, റേ ഡയഗ്രാംസ് വരയ്ക്കാനുള്ള റൂൾസ് അത്രയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ റൂൾസ് ഫോർ ഡ്രോയിങ് റേ ഡയഗ്രാംസ് ഇൻ കോൺവെക്സ് മിറർ നമുക്ക് നോക്കാം. അപ്പോൾ ഈ കോൺകേവിൻ്റെ ഇത്ര ഉള്ളൂ കേട്ടോ. കോൺകേവിൻ്റെ ഫുള്ള് നമ്മൾ പഠിച്ചു. കോൺകേവ് മിററിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ പഠിച്ച ഈ 4 റൂൾസിൽ ഏതെങ്കിലും 2 റൂൾസൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ റേ ഡയഗ്രാംസ് വരക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അടുത്ത സെഷനിലൊക്കെ നോക്കാം, ഇനി വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഈച്ച് ആൻഡ് എവറിത്തിങ് ദാറ്റ് ഐ എക്സ്പ്ലെയിൻഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.